ബീഹാറിൽ അത്യന്തം നാടകീയമായ രംഗമാണ് അരങ്ങേറുന്നത്. ഇന്നാണ് അവിടുത്തെ ഫ്ലോർ ടെസ്റ്റ്, വിശ്വാസ വോട്ടെടുപ്പ്. ഇന്നാണ് വിശ്വാസം തെളിയിക്കാൻ 128 MLA-മാരുടെ പിന്തുണയാണ് ആവശ്യം. നിലവിൽ NDAക്ക് ആ MLA-മാർ ഉണ്ടെങ്കിലും, അത് കൃത്യമായ സംഖ്യയുള്ള ഒരു MLA-മാർ ഉണ്ടെങ്കിലും അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്കുലർ എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. അവർക്ക് 4 MLA-മാരാണുള്ളത്. അതിൽ മാഞ്ചിയെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഫ്ലോർ ടെസ്റ്റിൽ എന്ത് സംഭവിക്കുമെന്നൊരു ആകാംക്ഷ വലുതായി നിൽക്കുന്നു. BJPക്ക് നിലവിൽ 79 MLA-മാരുണ്ട്, JDU-വിന് 45 MLA-മാരുണ്ട്, ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 4 MLA-മാരുണ്ട്. അതിൽ ജിതിൻ റാം മാഞ്ചി ഇല്ല എന്നുള്ള ഒരു വാർത്തയോടെ പുറത്തു വരുന്നു. ഒരു സ്വതന്ത്രൻ BJPയെ പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഈ പറയുന്ന ഭൂരിപക്ഷം ജസ്റ്റ് കടന്നു കയറാൻ കഴിയും. എന്നാൽ തേജസ്വി യാദവും കൂട്ടരും പറയുന്നത് അങ്ങനെ കടന്നു കയറാൻ കഴിയില്ല, ഇതിൽ കുറെ MLA-മാർ കൂറുമാറുമെന്ന് പറയുന്നു. ഇതിനിടയിലാണ് ഈ ജിതിൻ റാം മാഞ്ചിയെ കാണാനില്ല, അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു വാർത്ത വരുന്നു. ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവിന്റെ വീടിന് ചുറ്റും പോലീസിനെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ടറിഞ്ഞ് RJD-യുടെ പ്രവർത്തകർ, ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ വീടിന് ചുറ്റും വളഞ്ഞു നിൽക്കുന്നു. ഈ MLA-മാരൊക്കെ വിവിധ ഇടങ്ങളിൽ റിസോർട്ടുകളിലും ഹോട്ടലിലുമാണ്. അത് BJPയുടെ ആയാലും JDU-വിന്റെ ആയാലും RJD-യുടെ ആയാലും ഒക്കെ തന്നെ എല്ലാം ഒരു അത്യന്തം നാടകീയമായ ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോകുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നേടും. ഏതായാലും NDA വിജയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ എത്ര MLA-മാർ ഏതൊക്കെ പാർട്ടിയിൽ നിന്നും മറുകണ്ഠം ചാടിക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്ത് സംഭവിക്കുമെന്നും അറിയാൻ കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.